എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇതുവഴി വാഗമണ്ണിന് പോയാലോ? മൂലമറ്റത്ത് നിന്നും ആശ്രമം വഴി ഉളുപ്പുണിക്കുൾ യാത്ര ചെയ്യുമ്പോൾ വലതുവശത്ത് അഗാധമായ ഗർത്തങ്ങളും വ്യൂ പോയിൻറ്റുകളും ഇടതുവശത്ത് വൻ മലഞ്ചെരിവുകളിൽ നിന്നും കുതിച്ചെത്തുന്ന വെള്ളച്ചാട്ടങ്ങളും കണ്ട് യാത്ര ചെയ്യാം. മഴ സമയത്ത് സജീവമായ നീരൊഴുക്കും മഴ കുറഞ്ഞാൽ പെട്ടെന്ന് നീരൊഴുക്ക് കുറയുന്നതുമായ ചെറുതും വലുതുമായി നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ വഴിയിൽ. മഴ പെയ്യുന്ന സമയത്ത് അതീവ ജാഗ്രതയോടെ വേണം ഇതിലൂടെ വാഹനം ഓടിക്കുക. ഇതുവഴി മണ്ണിടിച്ചിൽ ധാരാളം സഞ്ചാരികൾ വാഗമണ്ണിലേക്ക് കൂടുതലെത്തുന്നുണ്ട്. ഈ വഴിയിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണിത്. മൂലമറ്റം ഈസ്റ്റ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. മഴ പെയ്യുമ്പോൾ അതിശക്തമായ രീതിയിൽ ഇതിലെ വെള്ളം കുതിച്ചെത്തുന്നത് വളരെ മനോഹരമായി, വളരെ വീതി കുറവാണ് എങ്കിലും മനോഹരമായ രീതിയിൽ തന്നെയാണ് റോഡിൻ്റെ നിർമ്മാണം. അടുത്ത് നിന്ന് 5 കിലോമീറ്റർ മാത്രമാണ് റോഡ് ടാർ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ റോഡിൻ്റെ പോരുന്ന വഴിക്ക് മിക്കപ്പോഴും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് വേണം യാത്രക്കാർ ഇതിൽ സഞ്ചരിക്കേണ്ടത്. മഴ കുറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ നീരൊഴുക്കുകളെല്ലാം വളരെ കുറവായിരിക്കും. നിരവധി ചെറിയ വളവുകളും ചുരങ്ങൾ പോലെയുള്ള റോഡുകളും വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ. ശ്രീ ഭക്താനന്ദ ശബരി ആശ്രമം ഇതിന് സമീപം സ്ഥിതി ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ലൈക്കും ഷെയറും ചെയ്യാൻ ഒരു കാരണവശാൽ